നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളെ മറ്റുള്ള ജനങ്ങളെ അറിയിക്കാൻ നാവിനെ കഴിയുകയുള്ളൂ. എഴുത്ത് രീതിയിലാകട്ടെ, ആംഗ്യ രീതിയിലാകട്ടെ, ഇതിനൊരു പരിമിതികളുണ്ട്, പരിധികളുണ്ട്. പക്ഷെ നാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല. നമ്മുടെ മനസ്സിലുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ജനങ്ങൾക്ക് പറയാനും അത് അവതരിപ്പിച്ചു കൊടുക്കാനും ജനങ്ങളെ മനസ്സിലാക്കാനും ഉള്ള കഴിവ് നാവിനുണ്ട് എന്നാണ്. അതാണ് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, നിഅമത്തുൻ നുത്ഖി ബിൽ ലിസാൻ, നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയുക എന്നുള്ളത്. എന്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരു ഊമയെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കാൻ കഴിയില്ല. ചിലപ്പോൾ എഴുതാൻ കഴിയും, ചിലപ്പോൾ വായിക്കാൻ കഴിയും, അത് പരിമിതമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുഴിയിൽ വീണ് കഴിഞ്ഞാൽ എന്നെ രക്ഷപ്പെടുത്തണേ, എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് എങ്ങനെയാണ് ജനങ്ങളോട് വിളിച്ചറിയിക്കുക? കഴിയില്ല. നേരെ മറിച്ച് നാവുണ്ടെങ്കിൽ നമുക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയാം, എന്നെ ആരെങ്കിലും രക്ഷപ്പെടുത്തണേ, രക്ഷപ്പെടുത്തണേ എന്ന് വിളിച്ചു പറയാം. അതാണ് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ അനുഗ്രഹം നിഅമത്തുൻ നുത്ഖി ബിൽ ലിസാൻ, നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. എന്തായിരുന്നാലും ധാരാളം അനുഗ്രഹങ്ങൾ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ്. അല്ലാഹു തആല പറയുന്നു, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നിങ്ങൾക്ക് വ്യത്യസ്ത രീതികളിലുള്ള വഇൻ തഅദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സുഹാ, നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത നിലകളിലുള്ള അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുണ്ട് എന്ന് ഖുർആനിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നെങ്കിൽ ധാരാളം സമ്പത്തുകൾ നൽകപ്പെട്ടവരാണ് നാം ഓരോരുത്തരും, ധാരാളം വസ്തുവകകൾ നൽകപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ കൈകാലുകൾക്ക് സൃഷ്ടാവായ അല്ലാഹു തആല ആരോഗ്യം തന്നിട്ടുണ്ട്, നമുക്ക് സംസാരിക്കാനുള്ള ശേഷി തന്നിട്ടുണ്ട്, നമുക്ക് കാണാനുള്ള കണ്ണ് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്, നമുക്ക് സഞ്ചരിക്കാനുള്ള കാലുകൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അങ്ങനെ ഓരോരോ അവയവങ്ങളും സൃഷ്ടാവായ അല്ലാഹു തആല അനുഗ്രഹമായിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല പല മേഖലകളിലും സഞ്ചരിക്കാനുള്ള ശേഷിയും ശേമിഷിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട്. എന്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, അതിൽപ്പെട്ടൊരു അനുഗ്രഹമാണ് നാവ് എന്നുള്ളത്. ഈ നാവിനെ സൂക്ഷിക്കേണ്ടത് വളരെ അനിവാര്യമായ കാര്യം തന്നെയാണ്. സൂക്ഷിപ്പതില്ലേ ശർറ് തന്നാ പിന്നത്. നാവിനെ സൂക്ഷിക്കേണ്ടെന്ന രീതിയിൽ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ അത് ശർറാണ്, വിപത്താണ് എന്ന് മഹാന്മാരായ ഉലമാക്കൾ നമ്മെ പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, നാവിന്റെ അപകടത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടേണ്ടതായിട്ടുണ്ട്. നാവിന്റെ അപകടത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടേണ്ടതായിട്ടുണ്ട്. എന്താണ് ആ അപകടം? വളരെ കൂടുതൽ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എന്താണ് ആ അപകടം? മറ്റൊന്നുമല്ല, നാവ് നമുക്ക് അനുകൂലമായി സാക്ഷി പറയാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായി തീരുക. നാവ് നമുക്ക് അനുകൂലമായി സാക്ഷി പറയാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായി തീരുക. നാവ് നമുക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞാൽ ആദ്യം ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ലിസാനുൻ ദാകിർ, സ്മരണയുള്ള നാവെന്ന് പ്രവാചകരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിച്ച നാവായി നമ്മുടെ നാവ് മാറും. പക്ഷേ നാവ് നമുക്ക് പ്രതികൂലമായി സാക്ഷി നിൽക്കുമ്പോൾ ഖുർആനിലൂടെ സൃഷ്ടാവായ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹു തആല പറയുന്നു, അൽ യൗമ, ഇന്നേ ദിവസം. അല്ലാഹു തആല പറയുന്നു, ഖിയാമത്ത് അല്ലാഹ് പറയും, ജനങ്ങളോട് ചോദ്യം ചെയ്യുന്ന ദിവസത്തിൽ പടച്ച തമ്പുരാൻ പറയുന്നു, ഇന്നേ ദിവസം നഖ്തിമു അലാ അഫ്വാഹിഹിം,
അവരുടെ വായികളെ നാം സീല് വെക്കുന്നതാണ്, അവരുടെ വായികളെ നാം കത്രിക പൂട്ടിട്ട് പൂട്ടുന്നതാണ്. മിണ്ടാൻ അല്ലാഹ് അവസരം നൽകൂല, ഉരിയാടാൻ അല്ലാഹ് അവസരം നൽകൂല, എക്സ്ക്യൂസുകൾ പറയാൻ അല്ലാഹ് അവസരം നൽകൂല. മാത്രമല്ല വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കരങ്ങൾ നമ്മോട് സംസാരിക്കുന്നതാണ്. ദാ മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് വായ് സീല് വെച്ചിട്ട് അല്ലാഹു തആല കൈകളോടും കാലുകളോടും സംസാരിക്കാൻ പറയും. വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കരങ്ങൾ നമ്മോട് സംസാരിക്കുന്നതാണ്. അല്ലാഹ് എന്റെ ഈ കരം കൊണ്ട് എന്റെ ഉമ്മയെ ഞാൻ അടിച്ചു അല്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹ് എന്റെ ഈ കരം കൊണ്ട് എന്റെ ബാപ്പയെ ഞാൻ അടിച്ചു അല്ലാഹ്. അല്ലാഹുവേ എന്റെ രണ്ട് കരങ്ങളുടെ കൊണ്ട് മോശമാക്കപ്പെട്ട പല പല കാര്യങ്ങളും ഞാൻ ചെയ്തു അല്ലാഹ്. അല്ലാഹുവേ പള്ളിയുടെ പിരിവിന് വേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഇസ്ലാമിക പിരിവിന് വേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ കുമരിയെ കെട്ടിക്കാൻ വേണ്ടിയുള്ള സഹായത്തിന് വേണ്ടി വരുമ്പോൾ ഞാൻ അവരെ ആട്ടിയോടിക്കാറുണ്ട്. ഒരു അരമണിക്കൂർ മുമ്പ് വന്നായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാമെന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ എന്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, അമ്പലങ്ങളുടെ പിരിവിന് വേണ്ടി വരുമ്പോഴോ, ചർച്ചിന്റെ പിരിവിന് വേണ്ടി വരുമ്പോഴോ, അതുപോലെയുള്ള പല പല സംഘടനകളുടെ പിരിവിന് വേണ്ടി വരുമ്പോഴോ, സമൂഹത്തിലെ മുഖ്യധാരയിൽപ്പെട്ട പല പല ആൾക്കാരും പിരിവിന് വേണ്ടി വരുമ്പോഴോ, അല്ലാഹ് എന്റെ കയ്യിലില്ല എങ്കിലും ഞാൻ എന്റെ കൈ കൊണ്ട് ഞാൻ എടുത്തു കൊടുത്തതാണ് അല്ലാഹ് എന്ന് പടച്ചവനോട് നമ്മുടെ കരങ്ങൾ അല്ലാഹുവിനോട് സാക്ഷി പറയുന്നതാണ്. വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കരങ്ങൾ നമ്മോട് സംസാരിക്കുന്നതാണ്. മാത്രമല്ല വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, അവരുടെ അവരുടെ കാലുകൾ, അവരുടെ പാദങ്ങൾ നമ്മോട് സാക്ഷി നിൽക്കുന്നതാണ്. അവർ എന്ത് പ്രവർത്തനങ്ങളാണോ കാലുകൊണ്ട് ചെയ്തിട്ടുള്ളത്. റബ്ബേ എന്റെ കാലുകൊണ്ട് പല പല ആൾക്കാരെയും ഞാൻ ചവിട്ടിയിട്ടുണ്ട് അല്ലാഹ്, എന്റെ രണ്ട് കാലുകൊണ്ട് ഞാൻ വ്യഭിചരിക്കാൻ പോയിട്ടുണ്ട് അല്ലാഹ്, എന്റെ ഈ രണ്ട് കാലുകൊണ്ട് ഞാൻ മദ്യപിക്കാൻ പോയിട്ടുണ്ട് അല്ലാഹ്, എന്റെ ഈ രണ്ട് കാലുകൾ കൊണ്ട് അക്രമങ്ങളും അനീതികളും കൊള്ളകളും കൊള്ളിവെപ്പുകളും എന്ന് വേണ്ട മോശമാക്കപ്പെട്ട പല പല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട് അല്ലാഹ് എന്ന് നമ്മുടെ കാലുകൾ ചിട്ടാവായ അല്ലാഹുവിനോട് സാക്ഷി പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നെങ്കിൽ, എന്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കൈകൾ സംസാരിക്കാൻ കാരണമെന്താണ്? നമ്മുടെ കാലുകൾ സംസാരിക്കാൻ കാരണമെന്താണ്? നാവ് നമുക്ക് പ്രതികൂലമാകുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോഴാണ്, നാവ് കളവ് പറയുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് പ്രവാചകരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തീർച്ചയായും സത്യം പറയുക എന്നുള്ളത് നന്മയിലേക്ക് നയിക്കുന്നതാണ്. എടോ സത്യം പറയടോ, നിനക്ക് സദഖ ചെയ്യാൻ പറ്റും. എടോ സത്യം പറയടോ, നിനക്ക് നമസ്കരിക്കാൻ പറ്റും. എടോ സത്യം പറയടോ, നിനക്ക് നോമ്പനുഷ്ഠിക്കാൻ പറ്റും. എടോ സത്യം പറയടോ, നിനക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റും. എടോ സത്യം പറയടോ, നിരാലംബരെ സഹായിക്കാൻ പറ്റും. എടോ സത്യം പറയടോ, പല പല പൊതുപ്രവർത്തനങ്ങൾ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നതാണ്. ഇങ്ങനെയുള്ള നന്മകളിലേക്ക് ഈ സത്യസന്ധത, സത്യം പറയുക എന്നുള്ളത് നയിക്കുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നൽ ബിർറ യഹ്ദീ ഇലൽ ജന്ന, ഇന്നൽ ബിർറ യഹ്ദീ ഇലൽ ജന്ന, തീർച്ചയായും ഇതുപോലെയുള്ള സൽപ്രവർത്തനങ്ങൾ, ഇതുപോലെയുള്ള സൽപാന്താവിന്റെ പല പല കാര്യങ്ങളും സ്വർഗത്തിലേക്ക് നയിക്കുന്നതാണ്. എത്ര മോശമാക്കപ്പെട്ട വ്യക്തിയും ആഗ്രഹിക്കുന്നത്, എത്ര വ്യഭിചരിക്കുന്ന വ്യക്തിയും ആഗ്രഹിക്കുന്നത്, എത്ര താന്തോന്നിയായ വ്യക്തിയും ആഗ്രഹിക്കുന്നത്, എത്ര മദ്യപാനിയായ വ്യക്തിയും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ കടക്കണമെന്നല്ലേ? പക്ഷേ സ്വർഗത്തിൽ കടക്കണമോ? ധർമ്മ വേണം, നന്മകൾ വേണം, സൽക്കർമ്മങ്ങൾ വേണം. സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിലോ സത്യം ഒഴിയണമെന്ന് ലോകപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, വീണ്ടും പ്രവാചകർ പറയുന്നു, വഇന്ന റജുല ലയതസദ്ദഖു ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖാ. ഇവിടെയുള്ള ഈ
കാഞ്ഞങ്ങാടുള്ള എന്റെ സഹോദരന്മാര് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, എന്റെ സഹോദരിമാര് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, എന്റെ സഹോദരന്മാർ പല പല മേഖലകളിലും സഞ്ചരിക്കുന്നവരാണ്, ഗൾഫ് രാഷ്ട്രങ്ങളിൽ ജോലി നോക്കുന്നവരാണ് അധികം ആൾക്കാരും. അവിടെ മുതലാളിമാര് കാണും, എന്റെ പ്രവർത്തനം മുതലാളി കാണട്ടെ, സത്യസന്ധന്മാർ സത്യസന്ധമാണ് എന്ന് കാണട്ടെ എന്ന് വിചാരിക്കുന്ന എത്രയെത്രയോ സഹോദരന്മാരുണ്ടാകും. എന്റെ അർബാബ് കാണട്ടെ, എന്റെ കഫീൽ കാണട്ടെ, എന്റെ പ്രവർത്തനം സത്യസന്ധമാണ് എന്ന് വിചാരിച്ചു കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എത്രയെത്രയോ യുവാക്കൾ ഉണ്ടാകും. അതുപോലെ തന്നെ എത്രയെത്രയോ സ്ത്രീകൾ ഉണ്ടാകും. എന്റെ പാതിവൃത്യം, എന്റെ സത്യസന്ധത എന്റെ ഭർത്താവ് എന്നറിയണം, എന്റെ ജനങ്ങളെന്നറിയണം എന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ചിന്തിക്കുന്ന എത്രയെത്ര ആൾക്കാരുണ്ടാകും. പക്ഷേ എന്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സത്യസന്ധതയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടാൻ വേണ്ടി നാം സത്യസന്ധതയോടുകൂടെ വർത്തിക്കാറുണ്ടോ? നാം സത്യം പറയാറുണ്ടോ? പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ആര് സത്യം പറയുന്നവോ, ആര് സത്യസന്ധത കാട്ടുന്നവോ, റബ്ബിന്റെ അടുക്കൽ ആരാണ് റബ്ബെന്ന് മനസ്സിലാക്കണം. അവന്റെ അറിവില്ലാതെ ഈ ലോകത്തൊന്നും ചലിക്കുന്നില്ല, അവന്റെ അറിവില്ലാതെ ഈ ലോകത്തൊന്നും ചലിക്കുന്നുമില്ല. എന്തിനേറെ പറയണം, ഖുർആനിലൂടെ സത്താവായ അല്ലാഹു തആല പറയുന്നുണ്ട്, വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹുവ. അദൃശ്യ കാര്യങ്ങളുടെ താക്കോൽ കൂമ്പാരങ്ങൾ അല്ലാഹുവിന്റെ പക്കലാകുന്നു. ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ പറയുകയാണ്. മാത്രമല്ല ഭൂമിയുടെ ഉള്ളറകളിലുള്ള ധാന്യങ്ങൾ എപ്പോൾ മുളയ്ക്കും, എപ്പോൾ പാകമാകും എന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. മാത്രമല്ല ഒരു വൃക്ഷത്തിന്റെ ഇല, ഈ വൃക്ഷത്തിന്റെ ഇല താഴോട്ട് കൊഴിഞ്ഞു വീഴുമ്പോൾ ഏത് സൈഡ് നോക്കി വീഴണം, കുത്തനെ വീഴണോ അതല്ല മലർക്കെ വീഴണോ എന്ന് തീരുമാനിക്കുന്നതും റബ്ബ് തന്നെയാണ് എന്ന് ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ പഠിപ്പിക്കുന്നുണ്ട്. ആ സൃഷ്ടാവായ അല്ലാഹു തആല, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്ന സൃഷ്ടിച്ച അല്ലാഹു തആല, സർവ്വചരാചരങ്ങളെയും സംരക്ഷിക്കുന്ന അല്ലാഹു തആല, സർവർക്കും റിസ്ക് നൽകുന്ന അല്ലാഹു തആല, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സിദ്ദീഖ് എന്ന നാമകരണം ചെയ്യപ്പെടണോ? അല്ലാഹു